ആശാസമരത്തെ പിന്തുണച്ച സാംസ്കാരിക നായകരും ടീസ്റ്റാ സത്യൽവാദ്, ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജു, കെ സച്ചിദാനന്ദൻ, ആനന്ദ് പട്വർദ്ധൻ തുടങ്ങിയവരാണ് സംയുക്ത പ്രസ്താവന ഇറക്കിയത്. ആശമാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് സമരം തീർക്കണമെന്ന് പ്രസ്താവനയിൽ പറയുന്നു. എഴുത്തുകാരൻ ബി രാജീവൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ബി രാജീവൻ, CPM ഇപ്പോഴും ഈ സമരക്കാരെ അപഹസിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. എങ്കിൽ കൂടിയും ഇന്ന് അവർക്ക് മുന്നിൽ ഒരു വിധം വഴങ്ങി 3 മാസത്തെ ഓണറേറിയം അനുവദിക്കുന്ന സ്ഥിതിയുമുണ്ട്. പക്ഷേ പൂർണ്ണമായ ആവശ്യങ്ങൾ നിവർത്തിച്ച് കിട്ടും വരെ സമരം തുടരാനാണ് ഈ ആശമാരുടെ നീക്കം. അങ്ങ് എങ്ങനെയാണ് ഈ സമരത്തെ കാണുന്നത്? ഗവൺമെന്റ് വളരെ മുഖം തിരിഞ്ഞ ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ സേവനങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു വിഭാഗമാണ് ആശകൾ. എന്നുവെച്ചാൽ നമ്മുടെ ഈ ആരോഗ്യ രക്ഷാ രംഗത്ത് അവരുടെ സേവനം വളരെ നിസ്തുലമായ സേവനമാണ്. പക്ഷേ അത് മുഴുവൻ അവഗണിച്ചുകൊണ്ട്, അവരുടെ ഈ കഠിനമായ പ്രയത്നങ്ങളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് അവരെ തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് വാസ്തവത്തിൽ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. അത് ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു സമീപനമല്ല. പ്രത്യേകിച്ചും ഒരു തൊഴിലാളി വർഗ ഗവൺമെന്റ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും താഴേക്കടയിലുള്ള തൊഴിലാളികളെ ചവിട്ടിത്താഴ് സമീപനം കൈക്കൊള്ളുന്നത് ഒരിക്കലും ശരിയല്ല. മാത്രമല്ല, അതിന് നേതാക്കന്മാർ പലരും ഈ സമരത്തെ അപലപിക്കുകയാണ് ചെയ്യുന്നത്. അതും ഈ തൊഴിലാളി സമരങ്ങളെ അപലപിക്കുന്ന ഒരു നയം എന്തായാലും ഒരു തൊഴിലാളി വർഗ പാർട്ടിക്കും ഗവൺമെന്റിനും ഭൂഷണമല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും കഴിയുന്നതും വേഗം അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ്. അതല്ലെങ്കിൽ വലിയ നാണക്കേടാണ് അത് വാസ്തവത്തിൽ. ഇതിപ്പോ പല നിലക്കാണ് ഈ സമരക്കാരെ ആക്ഷേപിക്കുന്നതും അപഹസിക്കുന്നതും. ആദ്യം ഈ കേന്ദ്രം ഫണ്ട് തരുന്നില്ല, 60:40 ആണ് ഇവർ ഓണറേറിയം നൽകുന്നതിൽ ഒരു വ്യവസ്ഥയും ചിട്ടവട്ടവും എന്ന് വെച്ചാൽ 60 അവർ തരുന്നില്ല, അതുകൊണ്ടുകൂടിയാണ് മുടങ്ങുന്നത് എന്ന് പറഞ്ഞു നിൽക്കാം. അതിനപ്പുറത്തേക്ക് ഇത് പ്രതിപക്ഷം ഡ്രൈവ് ചെയ്യാണ്, അരാജക സംഘടനകൾ ഡ്രൈവ് ചെയ്യാണ്, ഒരു ഈർക്കിളി സംഘടനയാണ്. അങ്ങനെ വ്യക്തിപരമായി ആളുകളുടെ തലയെണ്ണിയൊക്കെ ആക്ഷേപിക്കാൻ നിൽക്കുന്നത് ഭൂഷണമായൊരു സംഗതിയായി തോന്നുന്നുണ്ടോ അങ്ങേക്ക്? ഇല്ല, നിശ്ചയമായിട്ടും. കാരണം അതിപ്പോ ഈ കേന്ദ്രത്തിന്റെ തലയിൽ ഇവര് വെക്കുന്നതിനകത്ത് യാതൊരു യുക്തിയുമില്ല. അതിപ്പോ അങ്ങനെ ആയിരിക്കാം, പക്ഷേ അതിന്റെ ലോജിക്ക് അതായിരിക്കാം. പക്ഷേ ഇവിടെ ആശാവർക്കർമാർ ഇവിടെയാണ് ജീവിക്കുന്നത്, കേരളത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ അവരുടെ കഷ്ടപ്പാടുകൾ ശരിക്കും പരിഹരിക്കേണ്ടത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. കേന്ദ്രമാണ് തരേണ്ടതെന്ന് കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഇവർ കൊടുക്കുകയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിന് മറ്റു മാർഗങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം കേന്ദ്രത്തിന്റെ തലയിൽ പഴി ചാരിക്കൊണ്ട് ഈ ആശാവർക്കർമാരെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് എന്തൊരു സമീപനമാണ് വാസ്തവത്തിൽ? അത് തീരെ ശരിയായൊരു സമീപനമല്ല. അത് ശരിയായിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് കേന്ദ്രത്തിന്റെ തലയിൽ വെച്ചുകൊണ്ട്. അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്.